സെപ്റ്റംബർ 16, 24-ാം ആഴ്ചയിലെ ചൊവ്വാഴ്ച. ലൂക്ക 7, 11 മുതൽ 17 വരെ വാക്യങ്ങൾ. അവൻ മാതാപിതാക്കളുടെ ഏക മകനായിരുന്നു. 9 വയസ്സുള്ളപ്പോൾ ആ കുട്ടിക്ക് അക്യൂട്ട് ലിംഫാറ്റിക് രക്താർബുദം ഉണ്ടായി. 3.5 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം ഒടുവിൽ അവൻ രോഗത്തിന് കീഴടങ്ങി. അവൻ്റെ അമ്മ ഈ നഷ്ടത്തെ എങ്ങനെ തരണം ചെയ്തു? അത് യേശുവിലുള്ള വലിയ വിശ്വാസത്തിലൂടെ മാത്രമാണ്. 10 വർഷത്തിന് ശേഷം ആ സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടപ്പോഴും അവൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ദിവസവും അവൾ കുർബാനയ്ക്ക് സന്നിഹിതയാണ്. കൂടാതെ ഇടവകയിലെ ഒരു സജീവ അംഗവുമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നൈൻ നഗരത്തിൻ്റെ കവാടത്തിൽ ദുഃഖിതയായ ഒരു സ്ത്രീയെ യേശു കണ്ടുമുട്ടുന്നു. കുറേ ആളുകൾ മരിച്ചുപോയ ഒരു പുരുഷനെ ചുമന്നുകൊണ്ട് പോകുകയായിരുന്നു. ആ ചെറുപ്പക്കാരൻ ആ അമ്മയുടെ ഏക മകനായിരുന്നു. കൂടാതെ അവളൊരു വിധവയുമായിരുന്നു. അവൻ്റെ മരണം അവളെ ഒറ്റപ്പെടുത്തി. എത്രമാത്രം ദുഃഖം ആ അമ്മയ്ക്കുണ്ടായിരുന്നിരിക്കണം. അവളുടെ വേദന കണ്ടപ്പോൾ യേശുവിന് അവളോട് സഹതാപം തോന്നി. യേശു ആ സ്ത്രീയെ ശ്രദ്ധിക്കുക മാത്രമല്ല ചെയ്തത്, അവൻ അവളെ ശരിക്കും കണ്ടു. അവൻ അവളുടെ അടുത്തെത്തി അവളുടെ മകനെ അക്ഷരാർത്ഥത്തിൽ അവളുടെ അടുത്തേക്ക് തിരിച്ചു നൽകി. ലൂക്കാസിൻ്റെ സുവിശേഷത്തിലുടനീളം ദുർബലരായവരോട്, വിധവകളോടും അനാഥരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും യേശു ഒരു പ്രത്യേക പരിഗണന കാണിക്കുന്നത് കാണാം. ബൈബിൾ പലപ്പോഴും വിധവകളെയും അനാഥരെയും ഒരുമിച്ച് ചേർക്കുന്നു. കാരണം സമൂഹത്തിൽ അവർ ഇരുവരും വളരെ ദുർബലരാണ്. കുട്ടികളില്ലാത്ത വിധവകൾക്കും മാതാപിതാക്കളില്ലാത്ത അനാഥർക്കും അവരെ പരിപാലിക്കാനോ സംരക്ഷിക്കാനോ ആരുമില്ലാതാകുന്നു. വിധവയുടെ മകനെ യേശു ഉയർപ്പിക്കുമ്പോൾ അവൻ അവളുടെ കുട്ടിയെ തിരികെ കൊണ്ടുവരിക മാത്രമല്ല, അവൻ അവളുടെ ജീവൻ തന്നെ തിരികെ നൽകുകയാണ്. ഒരു ഭാവി തിരിച്ചു നൽകുകയാണ്. അതുകൊണ്ടാണ് ജനക്കൂട്ടം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും യേശുവിനെ ഒരു മഹാനായ പ്രവാചകൻ എന്ന് വിളിക്കുകയും ചെയ്തത്. ചിലപ്പോൾ നാമും വലിയ വേദനയിലും നഷ്ടത്തിലും അകപ്പെടാറുണ്ട്. ആ സന്ദർഭങ്ങളിൽ യേശു യഥാർത്ഥത്തിൽ നമ്മോടൊപ്പം ഉണ്ടെന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? യേശു നമ്മുടെ വേദന കാണുന്നുവെന്ന് മാത്രമല്ല, വേദനയിലൂടെയും നഷ്ടത്തിലൂടെയും നമ്മെ സഹായിക്കുന്നതിലൂടെ അവൻ നമ്മിലേക്ക് എത്തിച്ചേരുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ചിലപ്പോൾ ഈ സമയങ്ങളിൽ യേശുവിനെ വിശ്വസിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് നാം ചോദ്യം ചെയ്യാൻ പോലും തുടങ്ങിയേക്കാം. ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ അനുവദിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ വേദനാജനകമായ സമയങ്ങളിലും ഈ ദുഷ്കരമായ സമയത്തെ മറികടക്കാൻ നമ്മെ സഹായിക്കുന്ന യേശു നമ്മോടൊപ്പമുണ്ടെന്ന് വിശ്വസിക്കാനും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും വേണ്ട കൃപയ്ക്കുമായി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.